ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ ഗുജറാത്തിനെതിരായ മത്സരം സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്റർ വിവരങ്ങൾ നൽകും. ഗീസ്, ഗുഡ് ഈവനിങ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ രഞ്ജി ട്രോഫിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലേ കേരളം ഫൈനലിൽ എത്തുന്നത്. ഈ ഗുജറാത്തിനെതിരായ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ഫൈനലിലെ ജയസാധ്യത എങ്ങനെയാണ്? നമ്മൾ കപ്പിങ്ങെടുക്കില്ലേ? ശ്രീനിത, തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. കാരണം 75 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 7.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് മലയാളികൾക്കും ഒപ്പം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും. 1957 കേരള ടീം എന്ന രീതിയിൽ കേരള ആദ്യമായി രഞ്ജി ട്രോഫിയിലേക്ക് കളിക്കുവാനായി മത്സരത്തിനായി ഇറങ്ങുന്നത്. അതിനു മുൻപ് തിരുക്കൊച്ചി എന്ന പേരിലൊക്കെയായിരുന്നു. അങ്ങനെ വലിയൊരു ചരിത്രം കൂടി. അത് 1935 രഞ്ജി ട്രോഫി ആരംഭിക്കുമ്പോൾ തന്നെ തിരുക്കൊച്ചി എന്ന പേരിൽ കേരള ടീം ഇറങ്ങുകയുണ്ടായി. പക്ഷേ കേരള ടീം എന്ന പേരിൽ 1957 കാലഘട്ടത്തിലാണ് എത്തുന്നത്. ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ്, 2 തവണ സെമി ഫൈനലിൽ വരെ എത്തിയെങ്കിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് കേരള ടീം രഞ്ജിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്, ടിക്കറ്റ് എടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആവേശകരമായ മത്സരം, സെമി ഫൈനൽ മത്സരം. അതിൽ 2 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് ഗുജറാത്തിനെതിരെ കേരള നേടുന്നു. ആ ലീഡിൽ പോലും വലിയ ക്ലൈമാക്സ് ട്വിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ 5-ാം ദിനം ഒരു വലിയ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മത്സരമായിരുന്നു. കാരണം 5-ാം ദിനം മത്സരം ആരംഭിക്കുമ്പോൾ കേവലം 3 വിക്കറ്റുകൾ മാത്രം ആണ് കേരളത്തിന് വീഴ്ത്താൻ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ 28 റൺസാണ് ഗുജറാത്തിന് ലീഡ്, അല്ലെങ്കിൽ ഒരു ഫൈനൽ സാധ്യത കേരളത്തെ പുറത്താക്കുവാൻ വേണ്ടിയും തങ്ങളുടെ ഫൈനൽ ഉറപ്പിക്കുവാൻ വേണ്ടിയും ഗുജറാത്തിന് മുന്നിലുണ്ടായിരുന്ന കടമ്പ 28 റൺസാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് ഈ 3 വിക്കറ്റുകൾ കൃത്യമായി വീഴ്ത്തിക്കൊണ്ട് 2 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് അത് കേരളം നേടുകയാണ്. അങ്ങനെ കേരളം ഏറെക്കുറെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കുന്നു. പിന്നീടുള്ള ഈ മണിക്കൂറുകൾ, അതായത് ഏകദേശം 40 ഓവറുകളാണ് പിന്നീട് ഇന്നത്തെ ഈ 5-ാം ദിവസം അവസാനിക്കുവാനായിട്ട് ഉണ്ടായിരുന്നത്. അത് കേരളത്തിന് വളരെ നിർണായകമായിരുന്നു. കാരണം ആദ്യം രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങുന്ന കേരളത്തിന് തുടക്കം തന്നെ മികച്ച ബാറ്റർമാരെ നഷ്ടമാകുന്നു. സച്ചിനെയും ഒപ്പം തന്നെ രോഹൻ കുന്നുമേല അടക്കമുള്ള താരങ്ങളെ നഷ്ടമാകുന്നു. അത് വലിയ ഒരു തിരിച്ചടി തുടക്കം തന്നെ കേരളത്തിന് നൽകുന്നുമുണ്ട്. കാരണം തുടക്കം ഈ ഫൈനൽ സാധ്യത ഉറപ്പിച്ചെങ്കിലും ഗുജറാത്തിന്റെ ബൗളിംഗ് തന്ത്രങ്ങൾ അത് കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കേരളം ഫൈനൽ കാണാതെ പുറത്താകുമോ എന്ന ആശങ്കയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആരാധകർക്ക് ഉണ്ടായേക്കാം. പക്ഷേ അവസാന നിമിഷം 20 ഓവർ ബാക്കി നിൽക്കെ കേരളത്തിന് വിജയം, അല്ലെങ്കിൽ സമനിലയിലേക്ക് മത്സരം കലാശിക്കുകയായിരുന്നു. അങ്ങനെ കേരളം ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. ഇത് ചരിത്രത്തിലാദ്യമായി, കൃത്യമായി പറഞ്ഞാൽ 74 വർഷം 352 ദിവസമാണ്. ആ കണക്ക് കൂടി പ്രാധാന്യമാണ്. കാരണം ഒരു 16 ദിവസത്തെ ഗ്യാപ്പ്, അത് കഴിഞ്ഞാൽ 75 വർഷം, കൃത്യമായി 7.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രമാണ് കേരളം തിരുത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷം തന്നെയാണ്. നേരത്തെ ഈ ഒരു ചെറിയ അറ്റപ്പറ്റ് എന്നൊക്കെ നമ്മൾ ഈ വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 2 റൺസിൻ്റെ ലീഡ് മാത്രം വെച്ചുകൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ടീം, അത്തരത്തിൽ ഭാഗ്യം കേരള ടീമിനെ തുണച്ചിട്ടുണ്ട്. നേരത്തെ സെമി ഫൈനലിലേക്കും ടിക്കറ്റ് എടുത്തതും കേരള ടീം ഇത്തരത്തിൽ തന്നെയാണ്. കശ്മീരിനെതിരായ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ കേവലം 1 റൺസിന്റെ ഇന്നിംഗ്സ് ലീഡ് വഴങ്ങുന്നു, പിന്നീട് ഇന്നിംഗ്സ് ലീഡ് നേടുന്നു. പിന്നീട് ആ മത്സരം സമനിലയിൽ കലാശിക്കുകയും ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ, അല്ലെങ്കിൽ ഇന്നിംഗ്സ് റൺസിന്റെ പിൻബലത്തിൽ കേരളം സെമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സെമിയിലേക്ക് വരുമ്പോഴും കേരളം കേവലം 2 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡിൽ നിന്ന് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ഭാഗ്യം മാത്രമല്ല, ബാറ്റർമാരുടെ പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മുഹമ്മദ് അസറുദ്ദീന്റെയും സൽമാൻ നിസാറിന്റെയും ഇന്നിംഗ്സുകൾ തന്നെയാണ്. ഒരു അറ്റത്ത് ബാറ്റർമാർ നിരാശപ്പെടുത്തുമ്പോൾ മറുവശത്ത് കൃത്യമായി തന്നെ ഗുജറാത്ത് ബൗളേഴ്സിനെ ബൗണ്ടറി കടത്തിയും കൃത്യമായി തന്നെ മറുപടി നൽകിയും അസറുദ്ദീനും സൽമാനും കൂടെ നിന്നത് അത് കേരള ടീമിന് വലിയൊരു സ്കോർ 457 റൺസ് എന്ന സ്കോറിലേക്ക് ഉയർത്തുവാനായിട്ട് സാധിച്ചു. അതേസമയം ബൗളിംഗിലേക്ക് വരുമ്പോഴും ഒരു സ്പിന്നർമാരുടെ ആധിപത്യം കാണുവാനായി. അത് ജലക് സക്സേനയിലൂടെയും ഒപ്പം തന്നെ സർവാത്തയിലൂടെയും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്നത് തന്നെയാണ് കേരളത്തിന് ഇപ്പോൾ ചരിത്ര നിമിഷത്തിലേക്ക് നീങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. ഇരുവരും 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. എടുത്തു പറയേണ്ടത്, ഇരുവരും മറ്റ് സംസ്ഥാനത്ത് നിന്നും കേരള ടീമിന് വേണ്ടി കളിക്കുവാനായി എത്തിയ താരങ്ങളാണ്. അവരാണ് കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഒപ്പം ചേർത്ത്
ചേർത്ത് പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്രുദ്ദീന്റെ ഇന്നിംഗ്സ് ആണ്. അസ്രുദ്ദീൻ ആദ്യ ഇന്നിംഗ്സിൽ 177 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. നമുക്കറിയാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ഈ പുറത്താകാതെ മാക്സിമം ബൗളേഴ്സിനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ അത് പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വിജയം എന്നതും. അവിടെ അസ്രുദ്ദീനെ ഒരു യഥാർത്ഥ പോരാളിയായി അസ്രുദ്ദീനെയും ഒപ്പം തന്നെ സൽമാനെ കാണുവാനായിട്ട് സാധിച്ചു എന്നത് തന്നെയാണ്. ബൗളുകൾ കൃത്യമായി നോക്കുന്നു, കൃത്യമായി വലിയ കൂറ്റൻ അടികൾക്കൊന്നും ശ്രമിക്കാതെ ഒരു പ്രതിരോധ വലയം തീർക്കുവാനായിട്ട് താരങ്ങൾക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും ആവേശാന്ത്യത്തിലേക്ക് കളി അവസാനിക്കുമ്പോൾ കേരളം ചരിത്ര നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 7.5 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം ആണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. 7.5 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കേരളം ടിക്കറ്റ് എടുത്തിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ കളിക്കാരുടെ പ്രകടനത്തെ പറ്റി പറയുമ്പോൾ മറ്റൊന്നു കൂടിയുണ്ട്. ഇത്തവണ കേരളത്തിന് വലിയൊരു ഭാഗ്യമുണ്ടായിരുന്നു അല്ലേ? ഭാഗ്യം തുണച്ച കളിയായിരുന്നു എന്ന് പറയാതിരിക്കാനാകില്ലല്ലോ ഗീസ്. പ്രവിത, തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയായിരുന്നു. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്വാർട്ടറിൽ നിന്നും സെമി ഫൈനലിലേക്ക് പോലും ടിക്കറ്റ് എടുക്കുന്നത് ശക്തരായ കശ്മീരിനോട് ശക്തമായ പോരാട്ടം ക്വാർട്ടർ ഫൈനലിലും കേരളം കാഴ്ചവെച്ചിരുന്നു. കശ്മീരിനെ അങ്ങനെ ആദ്യ ഇന്നിംഗ്സിൽ 1 റൺസിന്റെ ലീഡ് കേവലം